ഇൻഡിഗോയുടെ ഓഹരികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വ്യാപാരത്തിൽ 5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും കാണാം. 3220 രൂപയിൽ ഓപ്പൺ ചെയ്ത സ്റ്റോക്ക് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻട്രാഡേ ഹൈ നിലവാരം എന്ന് പറയുന്നത് 3317 രൂപ എന്നുള്ള ഒരു നിലയാണ്. ഇന്നലെയും സ്റ്റോക്ക് 4% ഉയർച്ച പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേക്ക് സെയിലുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഓഹരി വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇൻഡിഗോ സഹസ്ഥാപകൻ രാകേഷ് ഗ്യാങ്വാൾ 5.8% ഓഹരികൾ വിറ്റു എന്ന അപ്ഡേറ്റ്സിനെ തുടർന്നാണ് ഓഹരികളിൽ ഇന്ന് മുന്നേറ്റം വന്നിട്ടുള്ളത്. ഇന്റർഗ്ലോബ് ഏവിയേഷനിൽ 6785 കോടി രൂപ വിലമതിക്കുന്ന 2.25 കോടി ഓഹരികൾ ഷെയറിന് 3015 രൂപ നിരക്കിലാണ് ഗ്യാങ്വാൾ ഓഫ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതേസമയം പ്രൊമോട്ടർ തന്റെ ഓഹരികൾ വിറ്റിട്ടും മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താൻ സഹായിച്ചത് മോർഗൻ സ്റ്റാൻലി ഏഷ്യ 0.5%, അതായത് 21 ലക്ഷം ഓഹരികൾ ഈ ഒരു ഇൻഡിഗോയുടെ വാങ്ങിയതിനു ശേഷമാണ് രണ്ടാം ദിവസത്തിലും ഓഹരികൾ ഒരു മികച്ച മുന്നേറ്റത്തിലേക്ക് വന്നിട്ടുള്ളത്. മോർഗൻ സ്റ്റാൻലി 3015 രൂപ നിരക്കിലാണ് ഓഹരികൾ വാങ്ങിയിട്ടുള്ളത്. ഓഹരിയുടെ മുൻ ക്ലോസിംഗ് വിലയായ 3218 രൂപയിൽ നിന്ന് 6.3% ഡിസ്കൗണ്ട് വിലയിൽ. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,25,661.81 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള എയർലൈൻ ഭീമനായിട്ടുള്ള ഈ ഒരു ഇൻഡിഗോയുടെ നിലവിൽ പ്രൊമോട്ടർമാർ കമ്പനിയിൽ 63.13% ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് എന്നിവയുടെ ഉടമസ്ഥതയിൽ യഥാക്രമം 18.7%, 12.3%. നിലവിലെ ഈ ഇടപാടിനെ തുടർന്ന് ഇൻഡിഗോയിലെ ഗ്യാങ്വാളിന്റെ വ്യക്തിഗത ഓഹരി 6% കുറയുകയാണ് ചെയ്തത്. രാകേഷ് ഗ്യാങ്വാളിന്റെ ഭാര്യ ശോഭ ഗ്യാങ്വാൾ ട്രസ്റ്റിയായ ചിങ്കർപൂ ഫാമിലി ട്രസ്റ്റിന് 13.49% കൂടി ഓഹരി പങ്കാളിത്തമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത് 4ാം തവണയാണ് ഗ്യാങ്വാൾ എയർലൈൻ ഓഹരികൾ വിറ്റഴിക്കുന്നത്. ഇൻഡിഗോയുടെ ഓഹരികൾക്ക് എക്സ്ചേഞ്ചുകളിൽ ഉയർന്ന ഡിമാൻഡ് ഉള്ളതിനാലാണ് ഗ്യാങ്വാളിന്റെ പുതിയ ഓഹരി വിൽപ്പന എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം സഹസ്ഥാപകൻ രാഹുൽ ഭാട്ടിയയുമായുള്ള നീണ്ട തർക്കം അവസാനിപ്പിച്ച ശേഷം ഗ്യാങ്വാളും കുടുംബവും, അതായത് ഗ്യാങ്വാളിന്റെ ഭാര്യ രേഖയും കഴിഞ്ഞ 2 വർഷമായി തങ്ങളുടെ ഓഹരി പങ്കാളിത്തം ഈ ഒരു ഇൻഡിഗോയിൽ മേൽ കുറച്ചു വരികയാണ്. 2022 ഫെബ്രുവരിയിൽ ഗ്യാങ്വാൾ ഇൻഡിഗോയുടെ ബോർഡിൽ നിന്ന് രാജിവെക്കുകയും 5 വർഷത്തിനുള്ളിൽ എയർലൈനിലെ തന്റെ ഓഹരികൾ വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. ഫെബ്രുവരിയിൽ ഗ്യാങ്വാൾ കുടുംബം 4% ഓഹരി 2900 കോടി രൂപയ്ക്ക് വിറ്റിരുന്നു. സെപ്റ്റംബറിൽ 2000 കോടി രൂപ വിലമതിക്കുന്ന 2.8% ഓഹരികൾ പിന്നീട് വീണ്ടും വിൽക്കുകയും ചെയ്തു. ശേഷം ഒരു ബ്ലോക്ക് ഡീൽ ഓഗസ്റ്റിൽ നടന്നു. അവിടെ കുടുംബം $450 മില്യൺ ഓഹരികളാണ് വിറ്റഴിച്ചത്. അതേസമയം ഈ വാർത്തകൾക്കിടയിലും ഇൻഡിഗോ ഓഹരികൾക്ക് മോത്തിലാൽ ഓസ്വാൾ ബ്രോക്കറേജ് ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കമ്പനിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നെഗറ്റീവ് വാർത്തകളൊക്കെ തന്നെ വരുന്ന ഒരു മുന്നോട്ടുള്ള കാലത്തിൽ അല്ലെങ്കിൽ വരുന്ന ഒരു നാളുകളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ നെഗറ്റീവ് ന്യൂസുകളൊക്കെ മാറുന്ന തരത്തിലാണ് ബ്രോക്കറേജ് ബൈക്കോൾ നൽകിയിരിക്കുന്നത്. കമ്പനി അതിന്റെ കവറേജ് മെച്ചപ്പെടുത്തുന്നതിനായി ആഭ്യന്തര തലത്തിൽ കൂടുതൽ റൂട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും വളർച്ചയുടെ വലിയൊരു പങ്ക് പിടിച്ചെടുക്കുമെന്നുമുള്ള വലിയ പ്രതീക്ഷയാണ് ബ്രോക്കറേജ് ഇൻഡിഗോയ്ക്ക് മേൽ കാണുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ വിമാനയാത്രയ്ക്കുള്ള സ്ഥിരമായ ഡിമാൻഡിലും മറ്റും എയർലൈൻ അറ്റാദായത്തിൽ 111% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അറ്റാദായം മുൻ വർഷത്തെ 1422.6 കോടി രൂപയിൽ നിന്ന് 2998.12 കോടി രൂപയായി ഉയർന്നു. ലാഭം ഇരട്ടിയിലധികം വർദ്ധിച്ചു കഴിഞ്ഞൊരു പാദത്തിൽ എന്ന് വേണം ഇവിടെ നിക്ഷേപകർ മനസ്സിലാക്കാനായിട്ട്. വരുമാനം 30% വർദ്ധിച്ച് 19,452.15 കോടി രൂപയുമായി. എയർലൈന്റെ പാസഞ്ചർ ടിക്കറ്റ് വരുമാനം 17,157 കോടി രൂപയും 30.3% വർധനയും അനുബന്ധ വരുമാനം 1,760 കോടി രൂപയുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 23.8% വർധന ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം പൊതുവെ എയർലൈൻ വരുമാനം അല്ലെങ്കിൽ എയർലൈൻ മേഖല വളർച്ച വളരെ ദ്രുതഗതിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പല വിമാന കമ്പനികളും ഈ ഒരു കോവിഡ് പാൻഡമിക്കിന് ശേഷം ആദ്യമായി ലാഭത്തിലേക്ക് തിരിച്ചെത്തി എന്നതും ശ്രദ്ധേയമാണ്.
വർക്ക് ഫ്രം ഹോം ആൻഡ് വർക്ക് ഫ്രം എനിവെയർ എന്നുള്ള ഒരു നിലയിലേക്കുള്ള ഷിഫ്റ്റ് ലെഷർ ട്രാവലിന് വലിയ ഡിമാൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. പാൻഡമിക്കിന് ശേഷമുള്ള ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന മേഖല ഒരു ടേൺ അറൌണ്ട് സ്റ്റോറിയിലേക്കാണെന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം തന്നെ ഈ അടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര അന്തർദേശ സെഗ്മെന്റുകളിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനാണ് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ അഥവാ ഇൻഡിഗോ. ഇന്ത്യയിലും അന്തർദേശീയവുമായും 100-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രതിദിനം 1700-ലധികം ഫ്ലൈറ്റുകൾ നടത്തുന്ന കാരിയറിന്റെ സ്റ്റോക്ക് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിസ്റ്റഡ് സ്പേസിലുള്ള വിരലിൽ എണ്ണാവുന്ന സ്റ്റോക്കുകളിൽ ഉയർന്ന ഷെയർ പ്രൈസ് ഉള്ള സ്റ്റോക്കാണ് ഇൻഡിഗോ. 2023 75.2% നേട്ടം നൽകിയപ്പോൾ ഇയർ ടു ടിൽ ഡേറ്റിൽ 9.65% നേട്ടമാണ് ഇൻഡിഗോ നിക്ഷേപകർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഓഹരി 32.47% മുന്നേറ്റം നടത്തി. പോയ മാസം ഫെബ്രുവരി 5 ഹിറ്റ് ചെയ്ത 3300 രൂപയാണ് 52 ആഴ്ചയിലെ റെക്കോർഡ് നിലവാരം. 2023 മാർച്ച് 28 രേഖപ്പെടുത്തിയ 1810.65 എന്ന നിലയാണ് 52 ആഴ്ചയിലെ താഴ്ന്ന നില എന്ന് പറയുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലടക്കം വന്ന ഡ്രാസ്റ്റിക് ചേഞ്ച് മേഖലയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുകയാണ്. പ്രതീക്ഷയുടെ ചിറക് വിരിച്ചു പറക്കാൻ ഉറച്ചാണ് ഇൻഡിഗോയുടെ യാത്രയും.